മലയാളത്തിൽ ഇപ്പൊ എത്ര സിനിമയായി? എങ്ങനെ തുടക്കം? ഞാൻ പറഞ്ഞ ശരിക്കും തിരുവനന്തപുരമാണ് വീട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് വന്നത്? എങ്ങനെയാണ്? ഞാൻ VKC എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗുജറാത്തിലാണ്. ഫാദറൊക്കെ ഗുജറാത്ത് ഓൾറെഡി സെറ്റിൽഡാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ കുഞ്ഞിൽ തൊട്ട് സിനിമയോടൊരു ആഗ്രഹമുണ്ട്. അത് ലിറ്ററലി ആഗ്രഹം മാത്രമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ജോലി റിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ കള്ളമൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിൽ പോവുകയാണ്. എനിക്കൊരു പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്, ആ കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ജോലി ഗുജറാത്ത് തന്നെയായിരുന്നു. നമ്മൾ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, വാപ്പിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത് കോഴ്സ് ചെയ്യാനെന്ന്. ഇതെനിക്കൊന്ന് 2014. ശരിക്കും ആ ഒരു ധൈര്യം വേണമെങ്കിൽ പറയാം. അതെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 2014 വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഒക്കെ അവിടെയാണ്. റിലേറ്റീവ്സ് പലരും പല സ്ഥലങ്ങളിലാണ്. കസിൻസ് ഒക്കെ ഭയങ്കര ട്രിവാൻഡ്രത്തേക്ക്. നമുക്ക് ട്രിവാൻഡ്രല്ലേ അറിയാവൂ. അന്ന് ഞാൻ കേരളത്തിൽ നമ്മൾ വേറൊരു ജില്ലയിലാണ് താമസിക്കുന്നത്. അതെ അതെ. പക്ഷെ നമുക്ക് അറിയാന്നുള്ളത് തിരുവനന്തപുരം ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോയതാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞ് ഇത് ആഗ്രഹമാണല്ലോ, ഇത് എങ്ങനെ തുടങ്ങും എന്താണെന്നുള്ള ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് കുറച്ച് നാള് കഴിഞ്ഞ അന്നൊക്കെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, നമ്മൾ അയാൾ വഴി സിനിമയിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലൈഫ് സെറ്റ്, ആ രീതിയിലുള്ള ചിന്തകളായിരുന്നു. ബോധമില്ല എന്നുള്ളത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് വെറുതെ അഭിനയം എന്ന് പറയുന്നത് അതാണ് അത്. പിന്നെ എനിക്ക് മനസ്സിലായി അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. അപ്പൊ ഞാൻ അങ്ങനെ 2016 ആക്ട് ലാബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എറണാകുളത്തേക്ക് വരുന്നു, സജീവ് സാറിൻ്റെ ഇതിൽ. അങ്ങനെയാണ് ഞാൻ ആക്ട് ലാബിലേക്ക് വന്നത്. ആക്ട് ലാബിൽ വന്ന് ആദ്യം 3 day കോഴ്സ് ചെയ്യുകയും പിന്നെ ആക്ട് ലാബിലെ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കണക്ഷൻസും കാര്യങ്ങളായി. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്ത് പോവുകയും ശിവൻസ് എന്ന് പറഞ്ഞ സന്തോഷ് ശിവൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരെല്ലാവരും ഈ വർഷാവസാനം വരുന്ന അവർക്ക് ഒരു പ്രോജക്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യണം. അങ്ങനെ ഷോർട്ട് ഫിലിംസിൽ ഞാൻ എന്ത് ചെയ്തു, ഭാഗമായി. പിന്നെ അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം കണ്ട് നമുക്ക് ഒബ്വിയസ്ലി അടുത്ത ഷോർട്ട് ഫിലിമേക്ക് നമ്മൾ വിളിക്കുമല്ലോ. ഈസി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞ് കുറേ ഷോർട്ട് ഫിലിംസ് എനിക്ക് അഭിനയിക്കാൻ പറ്റി. അതിൽ കുറേ എണ്ണം ഇറങ്ങിയിട്ടൊന്നുമില്ല. സീഡിറ്റിലെ അവരുടെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങി. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് പ്രൊമോഷൻ കിട്ടിയതുപോലെ കുറച്ച് ബഡ്ജറ്റഡ് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാൻ പറ്റി. വരുമാനമൊന്നുമില്ല. വരുമാനം എനിക്ക് ആ സമയത്ത് ഞാൻ അപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒരു നോർമൽ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ഞാൻ ജോലി കയറുന്നുണ്ട്. ആ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിൽ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എടാ നിനക്ക് നല്ല തലക്കല്ല അസുഖം ഉണ്ടോ ഇതാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ എല്ലാം ഒരു വർഷം കൊണ്ട് സെറ്റാവും, ഈ വർഷം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകും, അച്ഛൻ കണ്ടോന്ന് പറയും. ലിറ്ററലി 2014, 15, 16, 17 ഞാനിങ്ങനെ ഓരോ വർഷവും എൻ്റെ അച്ഛനെ ഞാനിങ്ങനെ കൺവിൻസ് ചെയ്ത് സിനിമ ഒന്നുമില്ല. സിനിമയിൽ എനിക്ക് ആരെയും അറിയില്ല. ഒരുപാട് ഓഡിഷൻസിന് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് സെലക്ട് ആയിട്ടില്ല. പക്ഷെ അന്ന് സെലക്ട് ആവാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്ക് ഇത് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ അതിൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് പോയിട്ടൊരു ഓഡിഷനിൽ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ അന്നത്തെ ചിന്താഗതി തന്നെ വേറെയാണ്. ഒരു സിനിമ ചെയ്യുന്നു, ആ സിനിമയിൽ നമ്മൾ സ്റ്റാർ ആവുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്ത. പക്ഷെ ലിറ്ററലി അതൊന്നും വർക്കാവില്ല എന്നുള്ളത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് 2019 ഒരു പടം, പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള പുള്ളി ഒരു പടം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം ചെയ്ത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അതായത്
ഞാൻ കടലിന്റെ അകത്ത് ഓക്കി ദുരന്തത്തിന്റെ അകത്ത് പെട്ടുപോകുന്ന ഞാൻ മാത്രം അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ലല്ല വേറെ പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ആത്മബോധം എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെ ആണ് പുള്ളി എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. പുള്ളിയും ശിവൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ആ മെയിൻ ക്യാരക്ടറിന് എന്നെ ഓഡിഷൻ ചെയ്യും. ഫെസ്റ്റിവൽ മൂവി അതൊരു ഭയങ്കര ഒരു ഡോക്കി ഫിഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു പടമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2019 ആ പടം ഷൂട്ട് കഴിഞ്ഞതും 2020 അത് കൊറോണ വരികയും അതേ വർഷം തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത പടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ടായില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ രാജീവ് രവി സാറൊക്കെ ആ പടം കണ്ടിട്ടുണ്ടായിരുന്നു. രാജീവ് രവി സാറൊക്കെ ഭയങ്കരമായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ കുറെ നമ്മളെ സിനിമയിലുള്ള കുറച്ച് ഡയറക്ടേഴ്സൊക്കെ അന്ന് പടം കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ സുഹൃത്തുക്കളായത് ആ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കൊരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്യാൻസലൊക്കെ വന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് ഇമ്പാക്ട് കിട്ടിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നത് ക്യാൻസ് ഫെസ്റ്റിവൽ ഇതെന്ത് ക്യാൻസ്, കാശുണ്ടോ ജീവിക്കാറുണ്ടോ, അതാണ് അവർ നോക്കുന്നതെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 2021 ആയപ്പോഴത്തേക്കും ഒരു സെല്ലമ്മ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ചെയ്തു. ഞാനും ഹരിശങ്കറും കൂടെ ചെയ്യുന്നൊരു സാധനം. തമിഴിലൊരു PS ജയഹരി, നമ്മുടെ പവിഴ മഴയൊക്കെ ചെയ്തില്ലേ, പുള്ളി ചെയ്ത ഒരു അവരുടെ പാട്ടിലൊരു മ്യൂസിക് ഇത് ചെയ്തു, സെല്ലമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അത്യാവശ്യം ഇതായി വരികയും ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഒരു പ്രൊഫൈലുണ്ടല്ലോ, സോ ലിറ്ററലി ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി തിരുവനന്തപുരത്ത് നിന്നിട്ട് നമുക്ക് സിനിമ കാണാനും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് 2021 ഷിഫ്റ്റായി. 2021 എറണാകുളത്ത് ഷിഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് വരുമ്പോൾ സെയിം പ്രശ്നമാണ്. ആരെയും അറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ റൂം എടുത്തു, നമ്മൾ താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ആൽബത്തിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് മലയാള മനോരമയുടെ കേരള ക്യാൻ എന്ന് പറഞ്ഞിട്ട് 2023 ഇത് സെല്ലമ റിലീസാവുന്ന 22 23 എനിക്ക് മലയാള മനോരമ കേരള ക്യാനിലെ നായകനായിട്ട് ഞാൻ സെലക്ട് ആവുന്നതും. അങ്ങനെ അതിൽ ആ സോങ് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ നല്ല നല്ല ആഡ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ജാവയുടെ ആഡ് ഞാൻ ചെയ്തു, ഓപ്പോയുടെ ആഡ് ചെയ്തു, പിന്നെ അങ്ങനെ സ്വയംവര സിൽക്സ്, അങ്ങനെ കുറച്ച് ആഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാം മെയിൻ സ്ട്രീം ആഡ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ മെയിൻ സ്ട്രീം ആഡ്സിൽ നിന്ന് കുറേ കോണ്ടാക്ട്സ് നമുക്ക് ഡെവലപ്പ് ആവുകയും അങ്ങനെ സിനിമകൾ എൻ്റെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം വരികയും അങ്ങനെ ചെറിയ പടങ്ങൾ. പക്ഷെ ഞാൻ ലിറ്ററലി ഹാപ്പി ആയിരുന്നു. നമുക്ക് ഒരുപാട് സാമ്പത്തികമായ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ലിറ്ററലി ഹാപ്പി ആയിരുന്നു. അപ്പോഴും എൻ്റെ വീട്ടിൽ ചോദിക്കുന്നു ഇതൊക്കെ വല്ല സംഭവം നടക്കൂടാ. അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യുന്നു, ഇത്രയായില്ലേക്കും കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഒരു പരിധിയില്ലേ ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കൊരു കൺവിൻസിങ് പവർ ഉണ്ട് എന്നുള്ളത്. കാരണം 2014 തൊട്ട് ഇതുവരെ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പടം ഇറങ്ങിയപ്പോൾ ഈ ഓഡിയൻസ് റെസ്പോൺസിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തു. അപ്പം എൻ്റെ അച്ഛൻ പറയുന്നത്, പടം കണ്ടില്ല, അച്ഛൻ പറഞ്ഞു നീ എപ്പോഴും എന്നെ പറ്റിക്കുന്ന പോലെ ഇത് എന്നെ പറ്റിക്കുന്ന ആളോടാ എന്ന് ചോദിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും വന്നു, ഒരു എന്താ പറയുക, ഒരു സന്തോഷം വന്നു. നമ്മൾ അല്ല എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു